എല്ലാവർക്കും അമ്മൂസ് അവിയലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ രസകരമായ ഒരു സാധനമാണ് ഉണ്ടാക്കി തരുന്നത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇത് ടേസ്റ്റ് മാത്രമല്ല, ആരോഗ്യത്തിനും വളരെ ഗുണമുള്ള സാധനമാണ്. കാരണം എന്താണെന്ന് അറിയാലോ, ബീറ്റ്റൂട്ടിൻ്റെ ഉടുപ്പൊക്കെ ഊരി കഴുകി കുളിപ്പിച്ച് ഞാൻ അത് കഷ്ണാക്കി വെക്കുന്നുണ്ട്. ബീറ്റ്റൂട്ട് രക്തവർദ്ധനയ്ക്ക് നല്ലതാണ്. അതിൽ പല കാര്യങ്ങൾക്കും ബീറ്റ്റൂട്ട് നല്ലതാണ്. നിങ്ങൾക്ക് നല്ലപോലെ അറിയാലോ. ബീറ്റ്റൂട്ട് ജ്യൂസ്, ABC ജ്യൂസ് കുടിച്ചിട്ടുള്ള ശീലമൊക്കെ ഉണ്ടാകും പലർക്കും, എനിക്കറിയാം. അപ്പോൾ ബീറ്റ്റൂട്ട് ഒരെണ്ണത്തിൻ്റെ പകുതി ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ ഈ സാധനം ഉണ്ടാക്കാൻ. അപ്പോൾ ഒരു പാത്രം ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് എന്നിട്ട് ഒരു സ്പൂണോളം ഉഴുന്ന് പരിപ്പ് ഇട്ടു. ഉഴുന്ന് പരിപ്പ് ഇട്ട് പൊട്ടിച്ചിട്ട് അത് ചുവന്ന് വരുമ്പോൾ അതിലേക്ക് ഞാൻ ബീറ്റ്റൂട്ട് ഇട്ടു. ബീറ്റ്റൂട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. പൊട്ടാസ്യം, ഇരുമ്പ്, ഇലക്ട്രോലൈറ്റ് ഇതിൻ്റെയൊക്കെ വളരെ സമ്പുഷ്ടമായ സാധനമാണ് ബീറ്റ്റൂട്ട്. അത് മുടിക്ക് നല്ലതാണ്. മുടി നല്ല തിളക്കുള്ളതാക്കും, നര മാറ്റും. അതിനൊക്കെ ബീറ്റ്റൂട്ട് സഹായിക്കുന്നതാണ്. പിന്നെ രക്തവർദ്ധനയ്ക്ക് നല്ലതാണ്. വളർച്ചമാകാൻ ബീറ്റ്റൂട്ട് നല്ലതാണ്. അപ്പോൾ ആ ബീറ്റ്റൂട്ട് ഒന്ന് വഴറ്റി വന്നപ്പോൾ ഞാൻ അതിലേക്ക് 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി. അതൊക്കെ ഇങ്ങനെ വഴറ്റി വരുമ്പോൾ ഞാൻ അതിലേക്ക് പിന്നെ കുറച്ച് കാര്യങ്ങളും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതും നല്ല സാധനങ്ങളാണ്. ചുവന്നുള്ളി, ഒരു 5-8 അല്ലി, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതൊക്കെ ആഡ് ചെയ്തു. പിന്നെയും വഴറ്റുകയാണ്. അതും വഴറ്റി വരുമ്പോൾ, ഉള്ളി നന്നായിട്ട് വഴറ്റി വരുമ്പോൾ ഞാൻ അതിലേക്ക് പിന്നെ ചേർക്കുന്നത് കുറച്ച് പുളിയാണ് കേട്ടോ. ഒരു ചെറിയ തുണ്ട് പുളി, അത് ആവശ്യത്തിന് നിങ്ങളുടെ ആവശ്യാനുസരണം പുളി ചേർക്കുക. എന്നുവെച്ചാൽ ബീറ്റ്റൂട്ടിന് നല്ല മധുരം ഉണ്ടാവില്ല, അപ്പോൾ കുറച്ച് പുളി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ചുവന്ന മുളക്, ഉണക്കമുളക് ചേർക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ 2 പച്ചമുളകിൻ്റെ എരിവ് ചിലപ്പോൾ മതിയായില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ഞാൻ ഒരു ചുവന്ന മുളക് കൂടി ചേർക്കുന്നുണ്ട്. അത് എരിവ് നിങ്ങളുടെ ആവശ്യാനുസരണം ക്രമീകരിക്കുക കേട്ടോ. ഇതൊക്കെ നല്ല പോലെ വഴറ്റി വരുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതെന്താവുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ചമ്മന്തിയാണ് അരയ്ക്കാൻ പോണേ. നമ്മുടെ കേരളീയത്തെ ചമ്മന്തിയിലൊരു പ്രധാനപ്പെട്ട സാധനം എന്താ? നാളികേരമല്ലേ. അപ്പോൾ കുറച്ച് നാളികേരം അതും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അത് വറുത്തെടുത്ത് നല്ല ഒരു മണവും ഒക്കെ വരുന്നുണ്ട്. ചുവക്കെ വറുത്തെടുത്ത് കഴിയുമ്പോൾ നമ്മളതൊന്ന് പാത്രം മാറ്റുക, തണുക്കാൻ വയ്ക്കുക. ഈ ചമ്മന്തി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇത് ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യുക. എനിക്ക് എരിവും ഉപ്പൊക്കെ വളരെ കുറവ് വേണ്ടുമെന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ എരിവും ഉപ്പും പുളിയും ഒക്കെ ചേർക്കുക കേട്ടോ. പലർക്കും പല ടേസ്റ്റല്ലേ. അപ്പോൾ അതായത് നല്ലപോലെ ചുവന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു പാത്രം മാറ്റി വയ്ക്കുന്നു, തണുക്കാൻ വയ്ക്കുന്നു. അങ്ങനെ അത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അത് വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയിലിട്ട് അരച്ചെടുത്തതിന് ശേഷം ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല. വെള്ളം തീരെ ഒഴിച്ചിട്ടില്ല. മിക്സിയുടെ ചെറിയ ബൗളിൽ വെച്ചാണ് അരച്ചെടുത്തത്. അതിന് ശേഷം ഞാൻ അതിങ്ങനെ ഉരുട്ടിയെടുത്തു. ഇത് വളരെ ടേസ്റ്റിയാണ്, വളരെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അങ്ങനെ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക, കഴിച്ച് നോക്കി അഭിപ്രായം പറയുക. കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ. അപ്പോൾ അതൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നോട് പറയണം കേട്ടോ. ഇനി ഞാൻ ഭക്ഷണം വിളമ്പാൻ പോവാണ്. അപ്പോൾ ഇന്ന് നല്ല രസകാളൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. ഗുരുവായൂർ അമ്പലത്തിൽ ഉണ്ടാക്കുന്ന പോലത്തെ രസകാളൻ. അപ്പം അതും ബീറ്റ്റൂട്ട് ചമ്മന്തിയും കാബേജ് തോരനും എല്ലാം കൂടിയിട്ട് വിശാലമായിട്ട് ഊണ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ബീറ്റ്റൂട്ട് ചമ്മന്തിയുടെ കൂടെ കുറച്ച് നെയ്യ് ഒഴിക്കുന്നതോ അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചേർക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ തൈര് വേണ്ടവർക്ക് തൈരും ചേർത്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കുകയാണ് അതിൽ. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന നെയ്യാണ്. ഞാൻ മിനിയാന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ ഈ നെയ്യ്. അപ്പോൾ അതൊക്കെ കൂട്ടി ഈ ചൂടുള്ള ചോറ് കൊണ്ടുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഇതാണ് ബീറ്റ്റൂട്ട് ചമ്മന്തി. ഗുരുവായൂരത്തെ രസകാളൻ ഫേമസ്. അതും ഒരു കഷ്ണം പപ്പടവും എല്ലാം കൂട്ടി കുഴച്ച് കഴിക്കുമ്പോൾ ആഹാ എന്തായാലും
സൂപ്പർ. അപ്പോൾ അടുത്ത് തന്നെ ഈ രസകാലം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും അത് ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കി കഴിച്ച് നോക്കുക, എന്നിട്ട് അഭിപ്രായം എഴുതുക. അതുപോലെയുള്ള വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നവരേക്ക് നമസ്കാരം പറയുന്നു. സ്നേഹങ്ങളുടെ അമ്മു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ലൈക്കും കമൻറ്റും തരാൻ തീരെ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത് തന്നെ വീണ്ടും കാണാം കേട്ടോ.